ഹായ്, ഇന്ന് ഞാൻ കരുതി രാവിലെ 5:30 മുതൽ 8 മണി വരെയുള്ള ഒരു ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന്. അങ്ങനെ 5:30ക്ക് എണീച്ച് ഞാൻ ബ്രഷ് ചെയ്തതിന് ശേഷം ഫ്രണ്ടിലും ബാക്കിലെല്ലാം വാതിൽ തുറന്ന് പിന്നെ വെക്കുന്ന അടുത്തൊരു ചായയായിരിക്കും. ചായയും വെച്ച് കുടിച്ചതിന് ശേഷം അടുത്ത പണി തുടങ്ങാമെന്ന് കരുതും. ഇന്ന് ഞാനൊരു രാവിലെ അരച്ചിട്ട് ചുടുന്ന ദോശയാണ്. തേങ്ങയും ചോറും അരിയും കൂട്ടി അരച്ചിട്ട് ചുടുന്ന ദോശയാണ്. അതും പിന്നെ ഒരു ബിരിയാണിയും ആക്കാമെന്ന് വെച്ച് വലിയ എല്ലാ സംഭവങ്ങളൊന്നും ഇടുന്ന ബിരിയാണി ചെറിയ തട്ടിക്കൂട്ടിയിട്ടുള്ളൊരു ബിരിയാണി എന്നുള്ളൊരു പേരിന് ഒരു ബിരിയാണി ആക്കാമെന്ന് കരുതി. ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് അത് മതി. മോൾക്ക് സ്കൂൾ കൊണ്ടുപോകണമെങ്കിൽ അതും എടുക്കാമെന്ന് കരുതി. പക്ഷേ അവരെ സ്കൂളിൽ ചിക്കനും മീനൊന്നും പാടില്ല. അതുകൊണ്ട് ചോറ് മാത്രം കൊടുക്കാമെന്ന് കരുതിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒക്കെ ഇഷ്ടമുള്ള ഏതാണെന്ന് എടുക്കാമെന്ന് അറിയില്ല. ഒന്നെങ്കിൽ ദോശ എടുക്കും, അല്ലെങ്കിൽ ബിരിയാണി എടുക്കും. തിരക്കിൻ്റെ സമയത്ത് എപ്പോൾ ഉള്ള ഈ തേങ്ങ നല്ലോണം മൂത്ത തേങ്ങ ആയതുകൊണ്ടൊന്നും ചിരട്ടേൻ്റെ ഉള്ളിൽ നിന്ന് ഇളകിപ്പോയി. ഇനി അത് മുറിച്ചിട്ടിട്ട് വേണം അരച്ചിട്ടെടുക്കാൻ. അല്ലാണ്ട് ഈ അരീൻ്റെ ഒപ്പം ഇട്ട് അരയ്ക്കുമ്പം തേങ്ങ അരയാത്ത പോലെയാവും. അതുകൊണ്ട് അതും അങ്ങനെ ആക്കി. പിന്നെ നമ്മളെ പറമ്പത്തു നിന്ന് പറിച്ച വഴുതിനങ്ങയും കഴപ്പിയാണിത്. അതൊരു ഉപ്പേരി ആക്കണം എന്നുണ്ട്. പക്ഷേങ്കിൽ അത് ഇന്ന് വേണ്ട എന്തായാലും, കാരണം ബിരിയാണിക്ക് ഇത് വേണ്ടല്ലോ. പൊതുവെ പിന്നെ ആർക്കും ഇവിടെ കയ്പ്പയ്ക്കനോട് താല്പര്യമില്ല, എനിക്കല്ലാണ്ട്. അല്ലെങ്കിൽ ഒന്നെങ്കിൽ കൊണ്ടാട്ടാക്കണം. പിന്നെ വാഷിംഗ് മെഷീനിലിടേണ്ട തുണിയെല്ലാം വാഷിംഗ് മെഷീനിലിടും. പിന്നെ പുറത്തുനിന്ന് കഴുകേണ്ട തുണിയെല്ലാം, നല്ല ഡ്രസ്സെല്ലാം പുറത്തുനിന്ന് കഴുകും. മെഷീനിലിട്ടാൽ വേഗം കംപ്ലൈൻ്റ് ആയി പോകുമല്ലോ തുണി. അതുകൊണ്ട് അതെല്ലാം പുറത്തുനിന്ന് കഴുകും. ഞാൻ അത് രാവിലെ അടുക്കളയിൽ എല്ലാ പണിയും ഒരുക്കിയതിന് ശേഷമാണ് പുറത്ത് പോയിട്ട് ചെയ്യേണ്ടത് ചെയ്യുക. കാരണം അവർക്ക് എണീച്ചിട്ട് അവർ ഫ്രഷ് ആയതിന് ശേഷം അവർക്ക് കഴിക്കേണ്ട ഭക്ഷണമെല്ലാം എടുത്ത് കഴിക്കാമല്ലോ. അങ്ങനെയാണ് ചെയ്യൽ. പിന്നെ മോളിന്ന് രാവിലെ എണീച്ച് വിളക്കെല്ലാം കത്തിച്ചുകൊണ്ട് ആ ഭാഗം അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എനിക്കിന്ന് ടൗണിലും പോകണം. മോനെ അംഗൻവാടിയിലാക്കിയതിന് ശേഷം മോളെയും കൂട്ടിയിട്ട് ടൗണിൽ പോകാമെന്ന് വെച്ചാൽ എനിക്ക് മിഷൻ്റെ കുറച്ച് ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് ബോബിനും കൂടി മാറ്റിയതിന് ശേഷം കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ കൊടുക്കാൻ നന്നാക്കാൻ എന്ന് കരുതിയിട്ട്. പക്ഷേ ഇത് എടുത്ത് പോകേണ്ട വിചാരിക്കുന്നതുകൊണ്ടാണ് ചെറിയൊരു മടി. അതുകൊണ്ട് ഇങ്ങനെ കളിക്കുന്നത്. ഇനി അതും കംപ്ലയിൻ്റ് ആണ്. എന്തായാലും മിഷൻ കൊടുക്കണം. ഈ തിരക്ക് നോക്കിയിട്ട് കാര്യമില്ലല്ലോ, സ്റ്റിച്ച് ചെയ്യാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് അതും കൂടി കൊടുക്കണം എന്ന് കരുതുന്നുണ്ട്. മോക്കെന്ന് വെച്ചാൽ ഇപ്പോൾ സ്കൂൾ ബസ് വീട്ടിൻ്റെ അടുത്ത് വരില്ല. പിന്നെ ടൗണിലാണ് എത്തുക. 8:30 ടൗണിലെത്തും. അത് ഇവിടുന്ന് ലൈൻ ബസ്സിന് പോയിട്ട് അവിടെ സ്കൂൾ ബസ് എത്തും. അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ മോളെയും കുട്ടി പോയതുകൊണ്ട് ഒക്കെ ഒരു ജ്യൂസും